നമ്മൾ ഈ കേരളത്തിലെയൊക്കെ ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു കണക്കെടുത്താൽ അതിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം പേരും ബൈ ബർത്ത് മുസ്ലിങ്ങളാകുന്നവരാണ്. അതായത് മുസ്ലിം ബൈ ചാൻസ്, വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിക്കുന്നു, എന്നിട്ട് അവർ ആ പ്രാക്ടീസ് അനുസരിച്ച് മദ്രസയിൽ പോകുന്നു, പഠിക്കുന്നു, ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഒരു ചെറിയ വിഭാഗം ബൈ നെയിം മുസ്ലിങ്ങൾ മാത്രമായി മാറും. പേര് മുസ്ലിമിൻ്റേതാണ്, പക്ഷേ അവരുടെ മനസ്സിൽ ഈ പറയുന്നത് പോലെ ഖുർആൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിങ്ങനെ മുല്ലാക്കന്മാർക്ക് മുസ്ലിയാക്കന്മാർക്ക് ചില പഴഞ്ചൻ ആളുകൾക്കൊക്കെ വേണ്ടിയുള്ളതാണ്, ഞങ്ങൾ കുറച്ച് മോഡേൺ മുസ്ലിങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാടിൽ അങ്ങനെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ആ പോകുന്നത് പോലെ തന്നെ അത്രയുമൊക്കെ എണ്ണമേ കാണുകയുള്ളൂ. യഥാർത്ഥത്തിൽ ബാക്കി മതങ്ങളിൽ നിന്ന് ഈ ഇസ്ലാം മതത്തിലേക്ക് വരുന്നവരുടെ എണ്ണം അത്രയൊക്കെ കാണുകയുള്ളൂ. അത് ഈ പേരുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന ഒരു വിഭാഗം, പിന്നെ ഒരു ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റ് മതങ്ങളിലേക്ക് വിവാഹം കഴിച്ചും അല്ലാതെയൊക്കെ ഇസ്ലാം മതത്തിൽ നിന്നും മാറുന്നുണ്ട്. ഇസ്ലാം മതത്തിലേക്കും കുറച്ച് പേര് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ നടക്കുന്നത്. പിന്നെ കുറച്ച് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഈ പ്രസ്ഥാനക്കാർ ആ പ്രസ്ഥാനവാദികളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ മുജാഹിദുകാർ നല്ല മുജാഹിദാക്കി മാറ്റും, ജമാഅത്ത് ഇസ്ലാമിക്കാർ കുറച്ചുകൂടെ നല്ല ജമാഅത്ത് ഇസ്ലാമിയാക്കും. പക്ഷേ അവർക്കൊരു ലിമിറ്റഡ് നമ്പേഴ്സിലെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നിൽക്കുകയുള്ളൂ, അല്ലാതെ വ്യാപകമാക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. കാരണം അവരതിൻ്റെ ഒരു ക്ലാസ് ഗ്രൂപ്പാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിലാണ്. ഈ സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാകുമ്പോഴത്തേക്ക് അവരെ കുറച്ചുകൂടി നേർച്ചയും സിയാറത്തും അതിൻ്റെയൊക്കെ ഒരു മാർഗത്തിലേക്ക് അങ്ങനെ ആക്കി തീർക്കും. കുറച്ച് മുജാഹിദുകാരി ബാക്കിയുള്ള സംഘടനകളോടൊക്കെ ഉള്ളൊരു വിരോധമുള്ള കുറച്ച് ആളുകളാക്കി മാറ്റും. ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്ന ഒരു ചേഞ്ചസ് ഉണ്ട്. നമ്മളതിൻ്റെ ഒരു ഈ വിതിൻ ദ കമ്മ്യൂണിറ്റി തന്നെ ഇതിൻ്റെ ഒരു മൊബിലിറ്റി നമ്മൾ പരിശോധിച്ചാൽ വളരെ രസകരമായിട്ടുള്ള സംഗതി ഒരുപാട് കാണാം. നല്ല സുന്നികളായ ആളുകൾ വളരെ പെട്ടെന്ന് മുജാഹിദാവുകയും തീവ്ര മുജാഹിദുകാരായി മാറുകയും ചെയ്യുന്നവരുണ്ട്. വലിയ മുജാഹിദുകാരായി നടന്നിട്ട് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അല്ലാതായി മാറുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഭാഗങ്ങൾക്കിടയിൽ പുതിയ ചെറുതല്ലാത്തൊരു ട്രെൻഡുണ്ട്. അതായത് ഈ നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസും അതുപോലെയുള്ള ആളുകൾ നടത്തുന്ന ഒരു തൗഹീദുണ്ട്. അതിൻ്റെ തൗഹീദ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ ആരിഫ് ഹുസൈൻ കുറേ ഇങ്ങനെ തെറി പറയുന്നു. ഇങ്ങനെ തെറി പറയുമ്പോൾ ആ തെറി പറയുന്ന ആ വൈരാഗ്യം അല്ലെങ്കിൽ അതിനോട് മറുപടി പറയാൻ സ്വന്തം മതത്തെക്കുറിച്ച് പഠിച്ച് കുറേ മനുഷ്യർ, ഈ നൈം സ്ലിപ്പ് മുസ്ലിംസ് ഉണ്ടല്ലോ, അതായത് മോസ്റ്റ് മോഡേൺ മുസ്ലിങ്ങളെന്ന് പറയുന്ന കുറേ പേർ ഖുർആൻ വാങ്ങിച്ച് വായിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈ അടുത്ത സമയത്തൊരു സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ച് അതിൻ്റെ ഒരു കഥ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി പറയുകയുണ്ടായി. 2-3 കസിൻസൊക്കെ ഇങ്ങനെ മാറിത്തീർന്നൊരു കഥ. അത് ഈ അനാവശ്യമായി ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമിക്കപ്പെടുന്ന ഇര എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിലേക്ക് ആകൃഷ്ടമായി അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ എന്തെങ്കിലും സവിശേഷമായ ദീനീ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ട് വേറെ ഏതെങ്കിലും ഒക്കെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് മാറി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം അങ്ങനെ അവർ നോക്കിയാൽ അങ്ങനെ മാറാനും വേണ്ടിയൊന്നും ഇപ്പുറത്ത് കാണാനുണ്ടാവില്ല. അത് മതത്തിൻ്റെ കുഴപ്പമല്ല, ആ മതം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അപമാനം പറച്ചിലും അപരാധിക്കലും കൊണ്ട് എന്നാൽ ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പഠിച്ച് വരുന്നവർ ധാരാളമുണ്ട്. അതിനിപ്പോൾ പുതിയ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നവരുമുണ്ട്, ജെമിനി പോലെയുള്ള മാർഗ്ഗങ്ങൾ. ഈ ജെമിനിയും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒക്കെ വരുമ്പോൾ ഈ മതം വലിയ വെല്ലുവിളി നേരിടും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ചില കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം കൂടി ഇക്കാര്യത്തിലുണ്ട് എന്നതാണ് ഒരു സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്താണ് മാധ്യമവും ആരിഫ് ഹുസൈനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടില്ല. കാരണം അതിൻ്റെ പുറകിൽ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പുറകിലല്ലാത്ത വിഷയങ്ങളുമായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് ശ്രദ്ധിച്ച് വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതൊക്കെയും ഇദ്ദേഹത്തിൻ്റെ കേട്ട് തന്നെ പലരും ഇതുപോലെ വായിക്കാൻ തുടങ്ങി. അതിനകത്തൊരു ചേഞ്ച് മനസ്സിലുണ്ടായ കുറേ സംഭവങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ ഇതിൻ്റെ പ്രചാരകരെന്ന് വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ ഇതിനെ എതിർക്കുന്നവരാണോ വഴിവെക്കുന്നത് എന്നും കുറച്ച് ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നെഗറ്റീവ്സ് ആയിരിക്കും ആദ്യം എത്തുക, അതുകൊണ്ടാണ്.
അപ്പോൾ ഉസ്താദന്മാരെന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരവരുടെ സംഘടനയിലും പിന്നെ കുറച്ച് സ്ത്രീകളിലേക്കും ഒക്കെ എത്തുന്നുള്ളൂ. അവരെല്ലാം ഓൾറെഡി മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ മറ്റവർ പറയുന്നത് മറ്റിതര സമുദായത്തിലെത്തുകയും അവരത് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും അവർക്ക് മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്.